2 വ്യക്തികളില്ല എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കുടുംബം. ആ 2 വ്യക്തികളുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നതാണ് എൻ്റെ ജീവിതം. ആ ഒരു സെൻറ്ററാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിൻ്റെ മുകളിൽ എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു എക്സ്പ്രഷനിൽ കൂടിയെങ്കിലും അവർ കാരണം ഇത് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയാൽ അത് ഞാൻ അപ്പോൾ തന്നെ പുറത്താക്കിയിരിക്കും. അതിന് ഏതറ്റം വരെ ഞാൻ പോകും. എനിക്ക് ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ല. ഞാൻ ചെയ്തിരിക്കും. എനിക്ക് കൊടുക്കാവുന്ന ലാസ്റ്റ് റിച്വൽ റൈറ്റ് അതാണ്. എനിക്കിനി അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല ജീവിതത്തിൽ. അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെ ഭാഗത്തുനിന്ന് സത്യസന്ധമായ മൊഴികൾ കൊടുക്കുക എന്നുള്ളതാണ്. ആ 2 ആത്മാക്കൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത്. അപ്പം അത് ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6 കൊല്ലം മുമ്പ് കാർ ആക്സിഡന്റിൽ മരിച്ച ബാലഭാസ്കറിന്റെ വൈഫിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം മനോരമ ചാനലിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2018 സെപ്റ്റംബർ 25 ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത്. അതിനകത്ത് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡായ ബാലഭാസ്കറും കൊച്ചൊരു മകളുണ്ട്, ആ കുഞ്ഞും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ 6 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ബാലഭാസ്കറിന്റെ വൈഫ് ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൈറ്റെങ്കിലും കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതൊരു ആക്സിഡന്റ് കേസാണെന്ന് കോടതി വിധിച്ചിട്ട് പോലും ഇതൊരുമാതിരി ചുരുളി പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ കൈവിട്ടാലും ദൈവം കൈവിടാത്ത ഒരു രീതിയാണ് ഈ ഒരു കേസിന്റെ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ കേസ് എവിടൊക്കെ വഴിമുട്ടി നിൽക്കുന്നു ആ സമയത്തെല്ലാം ഓരോ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാലഭാസ്കറിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള വിഷ്ണു സോമസുന്ദരം, അതുപോലെ തന്നെ പ്രകാശൻ തമ്പി, ഇവർ രണ്ടുപേരും ബാലഭാസ്കറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവരെ സ്വർണ്ണ കേസിൽ പിടിച്ചിട്ടുണ്ട്, സ്വർണം കടത്തിയ കേസിൽ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപകട സമയത്ത് ബാലഭാസ്കറിന്റെ കാർ ഓടിച്ച ഡ്രൈവർ അർജുൻ, ഇവനും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ഇവരെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്വർണ്ണ കവർച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഈ ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പറഞ്ഞ ആളുകൾ പിന്നെ ഇതൊരു ചർച്ചാ വിഷയമാക്കിയത്. അന്നത്തെ കേസിൽ ഈ അർജുൻ എന്ന് പറയുന്നവനെ വെറുതെ വിട്ടതാണ്, അവൻ നിരപരാധിയാണെന്നുള്ള രീതിയിൽ. ഇവൻ മൊഴി മാറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പോലീസ് അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അടുത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തിയാണ്. ബാലഭാസ്കർ മരിക്കുന്നതിന് മുൻപ് ബാലഭാസ്കറിന്റെ കാറ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്ന് ആക്രമിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞ ദൃക്സാക്ഷി. ഇത്രയും ആളുകൾ നിങ്ങൾ ഓർത്തു വെച്ചോ. നമ്മൾ ഈ പറയുന്ന സ്റ്റോറിയിൽ ഇവരെല്ലാം വരുന്നുണ്ട്, 1-2 അല്ലാത്ത ആളുകളൂടെ വരുന്നുണ്ട്. നമുക്ക് അന്നേരം പറയാതെ ഇതൊരു സാധാരണ അപകട മരണമല്ല എന്ന് ആളുകൾ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ കേസിന് സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ഫസ്റ്റ് പോയിന്റ്, ഈ അപകട മരണം നടന്ന സമയത്ത് ഈ കാറിൽ നിന്ന് കെട്ടുകണക്കിന് പൈസ കിട്ടി. ഒരു സാധാരണ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ കൈവെക്കുന്നതിലധികം സ്വർണം കിട്ടി. ഇവരൊരു അമ്പല ദർശനത്തിന് പോയതാണെന്ന് പറയുന്നത്. ഒരു അമ്പല ദർശനത്തിന് പോകുന്ന ആള് ഇത്രയും പൈസ കൈവെക്കേണ്ടതോ അല്ലെങ്കിൽ ഇത്രയും സ്വർണം കൈവെക്കേണ്ടതോ ആവശ്യമില്ല. അതാണ് ആദ്യം സംശയം തോന്നാനുള്ള കാരണം. രണ്ടാമത്തെ കാര്യം, ഈ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായ വിഷ്ണുവിനെയും തമ്പിയെയും സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ചെയ്തതാണ്. ഇവർക്ക് ബാലഭാസ്കറുമായിട്ട് പണ ഇടപാടുകളുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ അർജുൻ, നേരത്തെ പറഞ്ഞ ഡ്രൈവർ, അവനും ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ളതാണ്. പിന്നെ ഈ അപകട സമയത്ത് അവിടെ സരിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരും സ്വർണ്ണക്കടത്തുമായിട്ട് നേരത്തെ അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. ഇവരുടെ എല്ലാ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കോമൺ ഫാക്ടർ ഗോൾഡ് ആണ്. അതാണ് എല്ലാവരും പറയുന്നത് ഇതിന്റെ പുറകിൽ ഒരു വലിയ മാഫിയ ഉണ്ട്, ഒരു ഗോൾഡ് മാഫിയ ഉണ്ടെന്ന് പറയാനുള്ള റീസൺ. പക്ഷെ അത് ഇതുവരെ പോലീസിനോ CBIക്കോ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അവർ സ്റ്റിൽ ഇതൊരു അപകട മരണം തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ വൈഫിന്റെ മൊഴിയുടെ പ്രസക്തി. കാരണം ആ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഉണ്ടായ ഒരാളാണ് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ വൈഫ്. അർജുന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു സഹകരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് അർജുനോടുണ്ടായിരുന്നു. അർജുനാണ് കാർ ഓടിച്ചത്. കാരണം അവൻ ഭൂലോക കള്ളനാണെന്ന് തെളിഞ്ഞ കാര്യമാണ്. അന്നേരം ഈ ഒരു കേസിൽ എന്തെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തി എന്ന് ആളുകൾ വിശ്വസിക്കുന്നത് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ വൈഫിനെയാണ്, അല്ലേ? അന്നേരം ഇവർ ഇത്രയും നാൾ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ പുള്ളിക്കാരത്തേക്ക് സൈബർ ബുള്ളിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇവരാരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, ഇവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ള തരത്തിലാണ് പല കഥകളാണ് വരുന്നത് ഇവരെ പറ്റി. എന്താണെങ്കിലും 6 കൊല്ലത്തിന് ശേഷം ഇവർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ പ്രശസ്തമായ ഭാഗങ്ങൾ സംസാരിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. 6 കൊല്ലത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്നലെ മൊത്തം ഇതിൻ്റെ പുറകിലായിരുന്നു. അന്നേരം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. മൊഴി എന്ന് പറയുന്നത്, പക്ഷേ ബാലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ, ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പറയുന്നു, അത്രയേ ഉള്ളൂ. അറിയാഞ്ഞിട്ടല്ല, പക്ഷേ
ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ ഇനിയും ഉണ്ടാക്കും, പറയാനുള്ളവർ ഇനിയും പറയും. എൻ്റെ ഹസ്ബൻഡിൻ്റെയോ മകളുടെയോ മരണത്തിൻ്റെ ഒപ്പം കുറ്റം ചെയ്യാത്ത ആരുടെയെങ്കിലും കണ്ണീരും കൂടി ഉണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. സത്യസന്ധമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയപ്പെടുക, ഇല്ലെങ്കിൽ ആരും അതിൽ കുറ്റവാളികളാവാതിരിക്കുക. അത്രയാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഇവർ ഈ പറയുന്ന കാര്യം അവരുടെ വായിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കുറച്ച് ആളുകളെങ്കിലും കാത്തിരിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നാളവർക്ക് പറയാൻ പറ്റിയില്ല, അത് ഇനിയെങ്കിലും പറയണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഗൈസ് തോന്നിയത്. ഇവർക്ക് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ ഈ ബാലഭാസ്കറിന്റെ ഫാദറൊക്കെ വന്നിട്ട് ഇവരെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇല്ല, ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവർ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുമോ, ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യം എന്ന് അറിഞ്ഞൂടാ. സോ ബാലുവിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്, അവരുമായിട്ട് കോൺടാക്ട് ഇല്ല, നമ്മൾ അങ്ങോട്ടും വിളിക്കാറില്ല, അവരിങ്ങോട്ടും വിളിക്കാറില്ല. എന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് ഒരു തരത്തിലുള്ള താല്പര്യവും ഇല്ലായ്മ നമുക്ക് ഈ ഒരു കേസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസിനകത്തോട്ട് വരുവാണെങ്കിൽ 2021 ഫെബ്രുവരി 2 CBI പറഞ്ഞതാണ് ഈ ഒരു മരണത്തിൽ പ്രത്യേകിച്ച് സസ്പീഷ്യസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ബാലുവിൻ്റെ അച്ഛൻ 2022 മാർച്ച് ആയപ്പോഴത്തേക്ക് CBIയുടെ റിപ്പോർട്ട് കള്ളമാണ്, അത് തള്ളണമെന്നും പറഞ്ഞ് കോടതിയിൽ ഹർജി കൊടുക്കുകയാണ്. പക്ഷെ ബാലുവിൻ്റെ അച്ഛൻ്റെ ഹർജി കോടതി തള്ളി. അതിനുശേഷം 2023 ബാലുവിൻ്റെ അച്ഛൻ പിന്നെയും കോടതിയിൽ ചെല്ലുകയാണ്, അന്വേഷണം തുടരണം എന്ന് പറഞ്ഞു. രണ്ടാമത് ചെന്നപ്പോൾ കോടതിക്ക് തള്ളാൻ സാധിച്ചില്ല, അന്വേഷണം തുടരണമെന്ന് കോടതി തന്നെ ഉത്തരവിട്ടു. ഇപ്പൊ ഇവിടെ ഈ ബാലുവിന്റെ അച്ഛൻ നല്ല രീതിയിൽ ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുവരും. ഇതിന്റെ പുറത്ത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പുള്ളി ഓൾറെഡി പറഞ്ഞതാണ്. പക്ഷെ അന്നേരവും ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന വൈഫ് ഒരു തരത്തിലും ഈ ഒരു കേസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടില്ല. ഇവർ വന്നിട്ട് പറയുന്നുണ്ട് CBI അല്ലെങ്കിൽ ഈ അന്വേഷിച്ച ആളുകൾ എപ്പോഴൊക്കെ മൊഴിയെടുക്കാൻ വന്നോ തന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് പോലും അല്ലെങ്കിൽ ഒരു മെന്റൽ സ്റ്റേറ്റ് പോലും നോക്കാതെ ആ സമയത്തെല്ലാം മൊഴി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോഴും അവർ ഫിസിക്കലി ആ ഒരു ആക്സിഡന്റിൽ നിന്ന് ഓക്കെ ആയിട്ടില്ല. ഒരു രാത്രി കൊണ്ട് ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ഒരു ഭാര്യയുടെ വേദന നമുക്ക് മനസ്സിലാവും. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ സ്റ്റിൽ ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. പക്ഷെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. ആളുകൾ ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കോ അവൾ കുറ്റക്കാരി, അവൾക്ക് എന്തൊക്കെ അറിയാവുന്നതാണ് അവൾ മിണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെയാണ് ആളുകൾ പലതും ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്ത് ഇപ്പോഴാണൊന്ന് മെന്റലി സ്റ്റേബിൾ ആയത്, കാര്യങ്ങൾ തുറന്ന് പറയാൻ ഒരു പ്രാപ്തി ഉണ്ടായത്. അതുകൊണ്ടായിരിക്കണം മേ ബി ഇപ്പൊ വന്നത്. ആണോ? അപ്പൊ അർജുൻ തന്നെ അതിന്റെ മൊഴി പലതവണ മാറ്റി പറയുന്നൊരു ഇതുണ്ടായി. ഒരു KSRTCയുടെ ഡ്രൈവർ വന്നിട്ട് ബാലു ആണ് ഓടിച്ചത് എന്നൊക്കെ പറയുകയുണ്ടായി. എന്താണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം? മറ്റുള്ളവർക്ക് എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ അർജുൻ മൊഴി മാറ്റിയതാണ്, വ്യക്തമായിട്ടും മാറ്റിയിട്ടുള്ളതാണ്. അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്ന സമയത്തോ അവിടുത്തെ ഡോക്ടേഴ്സിനോടോ മറ്റ് ബാലുവിൻ്റെ സുഹൃത്തുക്കളെ വിസിറ്റ് ചെയ്തപ്പോൾ അവരോടോ ഒന്നും അങ്ങനെയല്ല പറഞ്ഞു. അയാൾ തന്നെ ഡ്രൈവ്, അയാൾക്ക് പറ്റിപ്പോയി, ഉറങ്ങിപ്പോയി, കയ്യിൽ നിന്ന് വണ്ടി പോയി എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത്. ഇതൊന്നും അറിയാതെയാണ് എൻ്റെ ആദ്യത്തെ മൊഴി. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അർജുൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്, ബാലു പുറകിലായിരുന്നു. ബാലു എന്നോട് അവസാനം സംസാരിച്ചത് എൻ്റെ സീറ്റിൻ്റെ പുറകിലിരുന്നിട്ടാണ്. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബാലു എന്നോടുള്ള സംസാരം നിർത്തുന്നത്. അതിനുള്ളിൽ എനിക്ക് യാതൊരു രീതിയിലുള്ള കൺഫ്യൂഷൻ വരില്ല. കാരണം എൻ്റെ ബോധം മറയും മുമ്പുള്ള അവസാനത്തെ ഓർമ്മ അർജുൻ്റെ മുഖം തന്നെയാണ്. അർജുൻ ഡ്രൈവിംഗ് സീറ്റിൽ യാതൊരു കൺട്രോളും ഇല്ലാത്ത പോലെ, വണ്ടിയിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു പകച്ചുള്ള ഒരു ഇരിക്കലായിരുന്നു. അയാളുടെ കയ്യിൽ വണ്ടി വളരെ ഓവർ സ്പീഡിൽ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് അർജുനിലോട്ട് വരാം. ഈ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് അർജുൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നാണ്. അതേ സമയത്ത് തന്നെ ഇതൊന്നും അറിയാതെ ലക്ഷ്മി പറഞ്ഞ കാര്യം വണ്ടി ഓടിച്ചത് അർജുൻ ആണെന്നാണ്. ഈ മൊഴി തന്നെ രണ്ടും വ്യത്യാസമായി. പിന്നെ ഇത് CBI പ്രൂവ് ചെയ്തെടുത്തു, അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. ഇവർ ഈ ആക്സിഡന്റ് ഒന്ന് റിക്രിയേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന വ്യക്തിക്കാണ് ഇതുപോലുള്ള പരിക്ക്, അർജുന് പറ്റിയുള്ള പരിക്കൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ള തരത്തിൽ തെളിവുകൾ ശേഖരിച്ച് അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചത് എന്ന് അവർ സ്ഥാപിച്ചെടുത്തു. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മൊഴി മാറ്റിയിട്ട് ഇവൻ നൈസായിട്ട് നാട് വിട്ടു. ഓൾറെഡി ഈ അർജുന്റെ പേരിൽ കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു പയ്യനാണ് ഇവൻ. എന്നിട്ട് വേണ്ടത്ര രീതിയിൽ അർജുനെ ചോദ്യം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് അർജുനെ അറസ്റ്റ് ചെയ്ത ആ ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ അന്തരിച്ച പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി അർജുനാണ് പോലീസിന്റെ പിടിയിലായത്. സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികളുമായി ചെർപ്പുളശ്ശേരി മുതൽ വാഹനമോടിച്ചത് അർജുനായിരുന്നെന്ന് പെരിന്തൽമണ്ണ DYSP TK ഷൈജു 24 പറഞ്ഞു. അർജുന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു.
ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നതായിരുന്നു 2018 സെപ്റ്റംബർ 25-നുണ്ടായ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം. അന്ന് വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നു. പോലീസും ക്രൈംബ്രാഞ്ചും CBI-യും അന്നത്തെ വാഹനാപകടത്തിലെ സംശയങ്ങളിൽ അർജുനെ ചോദ്യം ചെയ്തു, പരിശോധനകൾ നടത്തി. അർജുനെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണവും അന്ന് ശക്തമായിരുന്നു. ഇത് ബലപ്പെടുത്തുന്നതായി പെരിന്തൽമണ്ണയിലെ അറസ്റ്റ്. ജ്വല്ലറി കാറിടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം സംഘം തട്ടിയെടുക്കുകയായിരുന്നു. ഇതിൽ അർജുന്റെ പങ്ക് പെരിന്തൽമണ്ണ DYSP വിശദീകരിച്ചു. പുതിയ കേസിന് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധമില്ലെന്നും ആ രീതിയിൽ അന്വേഷണമില്ലെന്നും പോലീസ് പറയുന്നു. അപ്പൊ ഇവന് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. പക്ഷെ സ്റ്റിൽ പോലീസിന് വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. പോലീസോട് പറയുന്നത് ഈ ഒരു കേസും ബാലഭാസ്കറിന്റെ കേസും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലെന്നാണ്. അത് ആർക്കും മനസ്സിലാവും, വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ പോലീസോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്ക് പേരിലാണ് ഈ പറയുന്ന അർജുന്റെ പേര് കേസെടുത്തേക്കുന്നത്. നിങ്ങൾ നിരപരാധിയാന്ന് പറഞ്ഞ് വിട്ടവനാണ്. അവന് പിന്നീട് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത്. അന്നേരം അതുമായിട്ട് കണക്ട് ചെയ്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരും. അർജുനെ പറ്റി കുറച്ച് കാര്യങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്. നമുക്ക് അതോടെ ഒന്ന് കേട്ടു നോക്കാം, ഇവരെ അർജുനെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നൊക്കെ. അർജുൻ ഓൾറെഡി ഒരു ക്രിമിനൽ ആയിരുന്നു എന്ന് ബാലഭാസ്കറിന് അറിയാമായിരുന്നു. പക്ഷെ ബാലഭാസ്കർ അത് വിശ്വസിച്ചില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് പോയപ്പോൾ ഇയാൾ അവിടെ ഉണ്ട്. ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഈ പൂന്തോട്ടം എന്ന് പറയുന്നത് തൃശ്ശൂർ എങ്ങാണ്ടുള്ള ഒരു ആയുർവേദം ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലും ബാലഭാസ്കറും തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ അർജുനെ ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ ഏതൊരു റിലേറ്റീവാണ് ഈ പറയുന്ന അർജുൻ. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു, പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. ബാലുവായിട്ട് കുറേ അധികം സംസാരിച്ചു. അപ്പോൾ അയാളുടെ വേർഷൻ ഓഫ് അയാളുടെ കഥ കേട്ടിട്ട് ബാലുവിന് വളരെയധികം വിഷമമുണ്ടായി. അതായത് ഒരു കുറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല, ഒരു അറിയാതെ ഒരു സംഘത്തിൽ പെട്ടുപോയതാണ്, അല്ലാതെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റിലേക്ക് ചെയ്തതല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അയാൾക്ക് അതിന് ശേഷം ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, അങ്ങനെ ഒരു കേസിൽ പെട്ടത് കാരണം ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ബാലുവിനോട് സംസാരിക്കും. ബാലു ഇതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ആദ്യം 4-5 ദിവസത്തോളം എല്ലാവരോടും സത്യം പറയുകയും അംഗീകരിക്കുകയും കരഞ്ഞ് അതിൽ കുറ്റബോധം കാണിക്കുകയും ചെയ്ത ആൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മൊഴി മാറ്റി പറഞ്ഞിട്ടാണ് പോയത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, ആരെങ്കിലും പറയണം ബാലു മരിച്ചുപോയി, അദ്ദേഹം ഇനി ഒന്നും പറയില്ല, എൻ്റെ കാര്യം ഒരു ഉറപ്പുമില്ല, എനിക്ക് ബോധം വന്നിട്ടില്ല, അപ്പോൾ പിന്നെ തലയിലേക്ക് ആക്കണ്ട എന്നുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാവാം, അറിയില്ല. എന്തായാലും അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞിട്ടങ്ങ് പോയി. അർജുൻ്റെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ബാലഭാസ്കറിന് അറിയാമായിരുന്നു. ഈ കേസിൻ്റെ കാര്യം അറിയാമായിരുന്നു. പക്ഷെ പുള്ളി ഒരു ക്രിമിനലാണെന്ന് ബാലു വിശ്വസിച്ചില്ല, അതിൽ പെട്ടിട്ടില്ല എന്നുള്ള അയാളുടെ മൊഴിയാണ് ബാലു വിശ്വസിച്ചത്. എടാ, ഇവിടൊക്കെയാണ് ഇത് ഭയങ്കരമായിട്ട് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ബാലഭാസ്കറിന് ഓൾറെഡി ഇവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാം, എന്നിട്ടും ഇവനെ എന്തുകൊണ്ട് ഡ്രൈവറാക്കി? ഇപ്പം ലക്ഷ്മി എന്ന് പറയുന്ന കാര്യം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അവന്റെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞിട്ട് പോലും ബാലഭാസ്കർ അതൊന്നും വിശ്വസിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ഓൾറെഡി ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തനെ കൂടെ നിർത്തണമെങ്കിൽ എന്തിനായിരിക്കും? എന്തെങ്കിലും ഉടായ്പത്തരം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ, അല്ലാതെ മാന്യമായിട്ട് നടക്കുന്ന ഒരുത്തൻ ഡ്രൈവറായിട്ട് വരത്തില്ലല്ലോ. സോ ഇതൊക്കെ നോർമലി ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതിനൊന്നും ഉത്തരവില്ല. പിന്നെ ഈ പൂന്തോട്ട ആശ്രമം എന്ന് പറയുന്ന ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ കാര്യം പറയുന്നുണ്ട്. അവരുടെ ബന്ധുവാണ് ഈ പറയുന്ന അർജുൻ. അത് മാത്രമല്ല, ഈ ബാലഭാസ്കറിന്റെ ഈ സ്വർണ്ണ കേസിൽ പിടിച്ച കൂട്ടുകാരുമായിട്ട് ഇവനെന്തോ റിലേഷൻ ഉണ്ട്. അവനാണ് ഇവരെ ബാലഭാസ്കറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം തൊട്ടേ നമ്മൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ അർജുൻ എന്ന് പറയുന്നവൻ മൊത്തം ഉടായ്പത്തരവും കള്ളത്തരവുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവൻ മൊഴി മാറ്റി പറഞ്ഞു, അതിനുശേഷം ഇവർക്കെതിരെ അവൻ കേസും കൊടുത്തിട്ടാണ് ഇവൻ നാട് വിട്ടു പോകുന്നത്. ഓൾറെഡി ഇവന്റെ പേരിൽ ഒരു ATM കവർച്ച കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് താണ്ട് ഇപ്പൊ സ്വർണ്ണ കവർച്ച, അത് 3.5 കിലോ സ്വർണ്ണ കവർച്ചയുടെ കേസുമായി. അതായത് മൊത്തത്തിൽ ഈ ഒരു കേസിന് മുമ്പുള്ളവന്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിന് ശേഷമുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഉടായ്പാണ്. സ്റ്റിൽ ഇവനെ കേന്ദ്രീകരിച്ച് പോലീസോ CBI നല്ല രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ്. വന്നൊരു സംഗതി ബാലുവിന്റെ മൊബൈൽ ഫോണുകൾ സംബന്ധിച്ചായിരുന്നു. ആ മൊബൈൽ ഫോൺ ലക്ഷ്മി ആവശ്യപ്പെട്ടിട്ടും പ്രകാശൻ തമ്പി എന്ന ആള് തന്നില്ല എന്നായിരുന്നു വാർത്തയിലുണ്ടായിരുന്നത്. അതിൽ ചില ദുരൂഹതകളുണ്ട്. പിന്നെ തമ്പി പല സ്ഥലങ്ങളിലും ഈ കേസുമായിട്ട് ഇടപെട്ട് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ച്, അതിനെക്കുറിച്ച് ലക്ഷ്മിയുടെ ഒരു അറിവിൽ എന്താ ഉള്ളത്? ഫോൺ ഒന്നും ആവശ്യപ്പെടുന്നത് ഞാനല്ല. ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയുകയുമില്ല. എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു, തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ. പക്ഷേ ഫോൺ കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ, ഞാൻ തന്നേക്കാം, ഉറപ്പായിട്ടും തിരിച്ചു തരാം, ഞാൻ 1-2 ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചു. അപ്പം അമ്മ ശരി എന്നുള്ള രീതിയിൽ
അങ്ങനെ കൊണ്ട് തരണം എന്ന് പറഞ്ഞാൽ കൊണ്ട് തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നത്. ആ ഫോൺ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട്, കാരണം ബാലുവിൻ്റെ ഒന്നും ചെയ്യാനില്ല, പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാളെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് അതിൽ സംശയിച്ചൊന്നുമില്ല. കൊണ്ടുതരും എന്ന് പറഞ്ഞല്ലോ, പേഴ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞു, ഫോൺ കൊണ്ടുവരും, ഓക്കെ. ഇനി നമുക്ക് ബാലുവിൻ്റെ കൂട്ടുകാരിലോട്ട് വരാം. ബാലുവിൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. ഒന്ന് വിഷ്ണു സോമസുന്ദരം, അതുപോലെ തന്നെ 2 പ്രകാശൻ തമ്പി. ഈ പ്രകാശൻ തമ്പിയെ പറ്റിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഈ ബാലു ആക്സിഡൻ്റ് ആയ സമയത്ത് ബാലുവിൻ്റെ പേഴ്സും ഫോണും ഈ പറയുന്ന പ്രകാശൻ തമ്പിയുടെ കയ്യിലായിരുന്നു. ഈ പേഴ്സും ഫോണും റിട്ടേൺ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ഈ ഫോൺ ഇവൻ കൈവച്ചു, വാലറ്റ് മാത്രം കൊണ്ടുപോയി ഈ ഫാമിലിക്ക് റിട്ടേൺ ചെയ്തു. ഫോൺ ഇവൻ 2 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നുള്ള രീതിയിലാണ് ഇവൻ കൈവച്ചിരുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ലക്ഷ്മി പറഞ്ഞത്. ആ ഒരു എക്സ്പ്ലനേഷൻ അത്ര കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല. നമുക്ക് അന്നേരം ഈ പറഞ്ഞ സുഹൃത്തുക്കളുടെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. ഈ ഒരു കേസ് വഴിമുട്ടിയിരിക്കുന്ന സമയത്താണ് 2019 ഈ പറയുന്ന വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റ് ആവുന്നത്. അതിന്റെ ന്യൂസ് ഒന്ന് കണ്ടുവെക്ക്. 4 കൊല്ലം മുമ്പുള്ള ന്യൂസാണ്. 25 കിലോ സ്വർണം പിടിച്ച കേസിൽ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ മുഖ്യകണ്ണിയായി കണ്ടെത്തിയത് ജീവിതത്തിലും അന്ത്യനിമിഷങ്ങളിലുമെല്ലാം ബാലഭാസ്കറിന്റെ എല്ലാമായിരുന്ന പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും. ബാലഭാസ്കറിന്റെ മരണശേഷം പിതാവ് ആരോപണമുന്നയിച്ച ബാലുവിന്റെ 2 ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ബാലഭാസ്കറിന്റെ സമ്പത്ത് സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് പ്രകാശൻ തമ്പിയും വിഷ്ണുവും കൈക്കലാക്കിയിരുന്നു. ബാലഭാസ്കറുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന പാലക്കാട് പൂന്തോട്ടം കുടുംബത്തിന്റെ ഇടപാടുകളും സംശയത്തിലാണ്. ഇതാണ് അപകടം ആസൂത്രിതമാണെന്ന സംശയത്തോടെ കുടുംബമുയർത്തുന്ന പ്രധാന പരാതി. ഇതിന് ആക്കം കൂട്ടുന്നതാണ് സ്വർണ്ണക്കടത്തോടെ തെളിഞ്ഞ പ്രകാശൻ തമ്പിയുടെയും വിഷ്ണുവിന്റെയും ക്രിമിനൽ പശ്ചാത്തലം. ബാലഭാസ്കറുമായി ഇവർക്കെല്ലാം സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രകാശൻ തമ്പിയിലോട്ട് വരുവാണെങ്കിൽ ബാലഭാസ്കർ ആക്സിഡന്റ് ആയെന്ന് ആദ്യം അറിയുന്ന വ്യക്തി, വീട്ടുകാരറിയുന്ന മുമ്പ്, മീഡിയ അറിയുന്ന മുമ്പ് ആദ്യം അറിഞ്ഞ വ്യക്തി ഈ പറയുന്ന പ്രകാശൻ തമ്പിയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ആക്സിഡന്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് കൊല്ലം പള്ളിമുക്കിലുള്ള ഒരു ജ്യൂസ് കടയിൽ നിന്ന് ഇവർ ജ്യൂസ് കുടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ജ്യൂസ് കടയിലെ CCTV വിഷ്വൽസ് പോലീസ് എത്തും മുമ്പ് ഈ പ്രകാശൻ തമ്പി പോയി കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തിന്? ചോദ്യമാണ്, എന്തിന്? പിന്നെ ഈ ഫോണിന്റെ കേസ്, ഫോൺ എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ല? ഫോൺ തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കൂടെ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരിക്കുമെന്ന് ഉമ്മാരെയൊക്കെ കൊടുക്കുന്ന തരത്തിൽ അല്ലേ. പിന്നെ ബാലഭാസ്കർ ഉമ്മാരും തമ്മിലുള്ള പണ ഇടപാടുകൾ, ബാലഭാസ്കറിന്റെ കയ്യിൽ നിന്ന് ഉമ്മാർ പൈസ മേടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ കുടുംബം കേസ് കൊടുത്തിരിക്കുന്നത് ഇവന്മാർക്കെതിരേക്ക് തന്നെയാണ്. ഇവന്മാർ തന്നെയാണ് ഈ ഡ്രൈവർ അർജുനെ ബാലഭാസ്കറിന് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മൊത്തം നിഗൂഢതയാണ്. എന്നിട്ട് സ്റ്റിൽ CBIയുടെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഈ മരണത്തിൽ സംശയിക്കേണ്ടതായിട്ടൊന്നുമില്ല, ഇതൊരു ആക്സിഡന്റൽ ഡെത്ത് തന്നെയാണ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, പണത്തിന്റെ പിടിപാട് ആലോചിച്ച് നോക്കണേ. യാത്രയെ പറ്റി ലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ആണെങ്കിൽ പിന്നീട് ഈ കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അതൊരു ഭാവനയാണ് എന്നാണ് ചില ആൾക്കാർ വന്ന് ആക്രമിക്കുന്നത്. ഞങ്ങളുടെ കാറിൽ അങ്ങനെ ഒരു സംഭവം യാതൊരു രീതിയിലും നടന്നിട്ടില്ല. ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ വണ്ടി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ ബോധത്തിൽ തന്നെയുണ്ട്. ഇടിക്കുന്നതിന് മുമ്പുള്ള വിഷ്വൽസ് എൻ്റെ മനസ്സിലുണ്ട്. അർജുൻ പകച്ചിരിക്കുന്നതും വണ്ടി കൺട്രോൾ വിട്ട് എങ്ങോട്ടോ പോകുന്നതും ആ വിഷ്വൽസ് എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ ആരാണെന്നും എനിക്കറിയാം, ബാലു പുറകിൽ ഉറങ്ങുന്നതും എനിക്കറിയാം. പിന്നെ എവിടെയാണ് ഈ മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ എവിടെയാണ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കേസിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് കലാഭവൻ സോബി, പുള്ളിയുടെ മൊഴി ഇതൊരു അപകട മരണമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ കലാഭവൻ സോബി വന്ന് മൊഴി കൊടുക്കുന്നത്. ബാലഭാസ്കറിന്റെ കാറ് കുറെ ആളുകൾ ചേർന്ന് ആക്രമിക്കുന്നത് കലാഭവൻ സോബി കണ്ടു എന്നുള്ള തരത്തിലാണ് മൊഴി കൊടുക്കുന്നത്. പുള്ളി 5 കൊല്ലം മുമ്പ് എന്താണോ പറഞ്ഞത് അതേ സെയിം കാര്യം തന്നെയാണ് ഇപ്പോഴും ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നും അങ്ങേര് പറയുന്ന കള്ളത്തരമാണെന്നും CBI പറയുന്നുണ്ട്. പക്ഷെ CBI പറഞ്ഞ കാര്യം കള്ളത്തരമാണെന്ന് സോബി തള്ളുന്നുകൊണ്ട് അങ്ങേര് സ്റ്റിൽ ബ്രെയിൻ മാപ്പിങ്ങിന് വിധേയമാകാൻ തയ്യാറാണെന്നും പറഞ്ഞാണ് അങ്ങേര് നിൽക്കുന്നത്. എന്തായാലും അന്ന് നടന്ന എന്താണെന്ന് സോബി തന്നെ തൻ്റെ ഒരു മരണമൊഴി പോലെ 4 കൊല്ലം മുമ്പ് വന്ന് പറയുന്നുണ്ട്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പുറത്തു വിടണമെന്നും പറഞ്ഞിട്ട്
അയാളുടെ വക്കീലിന് അയച്ചു കൊടുത്തൊരു വീഡിയോ ആണ്. ആ ഒരു 4 കൊല്ലം മുമ്പ് വന്ന ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാനിവിടെ വെക്കാം. അന്ന് രാത്രി എന്താണ് പുള്ളി കണ്ടതെന്ന് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3 മണി അല്ലെങ്കിൽ 3:05 ആ സമയത്തോടു കൂടി, സമയങ്ങൾ കുറച്ച് എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു, എന്നാലും ഏകദേശം ആ ടൈമാണ്. സമയത്തോടു കൂടി വലിയൊരു സൗണ്ട് കേട്ടു, വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യണമായിട്ട് ഒരു സൗണ്ട് കേട്ട് നോക്കി ഒരു വെള്ള സ്കോർപ്പിയോ റോഡ് സൈഡിൽ വന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 5-6 നല്ല കൊട്ടേഷൻ ടീമുകൾ കിട്ടുള്ള ആൾക്കാർ ഇറങ്ങിക്കും. അപ്പോൾ ഒരു മഞ്ഞ വെളിച്ചത്തിൽ എനിക്കത് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാലഭാസ്കർ സഞ്ചരിച്ചു എന്ന് പറയുന്ന ഈ നീല ഇന്നോവ അവിടെ വന്ന് നിന്നു, എൻ്റെ ഫ്രണ്ടിൽ വന്നു. ബാലഭാസ്കറിന്റെ വണ്ടിയുടെ ഗ്ലാസ് ഇവർ അടിച്ചു പൊട്ടിച്ച് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാ. 2 സൈഡിൽ ആള് നിന്ന് ലിവറും കൊണ്ട് 2 സൈഡിൽ നിന്ന് അടിച്ചാണ് അവന്റെ ഗ്ലാസ് പൊട്ടിച്ചത്. വണ്ടി അപകടത്തിലൊന്നുമല്ല അതിന്റെ ഗ്ലാസ് പൊട്ടിയത്. ഞാൻ എത്രയോ ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാലുവിന്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി ഒരു അപകടത്തിൽ പൊട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പരിശോധിച്ച് നോക്കിയോ. ഒരിക്കലും അങ്ങനെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഗ്ലാസ് പൊട്ടുന്നത്. ഞാൻ എത്രയോ അപകടം കണ്ടേക്കുന്ന ആളാണ്. ഞാൻ അത് പറഞ്ഞിട്ട് ആരും മുഖവിലേക്ക് എടുത്തില്ല, അടിച്ചു പൊട്ടിച്ചു. ഇത് കഴിഞ്ഞിട്ട് 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു ഇന്നോവ വന്ന് നിന്നു. വെള്ള കളറാണെന്ന് എനിക്ക് തോന്നുന്നത്, വെള്ളയാണ്, വെള്ള കളറിലാണ് ഒന്ന്. അതിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് ഇറങ്ങും, ഇതിൽ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് ഇറങ്ങും. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറേ ആൾക്കാരും കൂടി ഇങ്ങോട്ടും ഇത് കാരണം ആ സമയത്ത് ആ റോഡിൽ ഓരോ വാഹനം തിരുവനന്തപുരം സൈഡിലേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം സൈഡിലേക്കോ പോയിട്ടില്ല. അതായിരുന്നു അവരുടെ വിജയം, അത് തന്നെയായിരുന്നു അവരുടെ വിജയം. പക്ഷെ ഞാനിവിടെ കിടന്നിങ്ങനെ കിടക്കണം എന്നുള്ള കാര്യം അവർക്ക് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞൊരു 3-5 മിനിറ്റിനുള്ളിൽ ഈ വണ്ടികളെല്ലാം മുന്നോട്ടേക്ക് പോയി, നല്ല സ്പീഡിൽ എടുത്തു പോയി. അപ്പം തന്നെ ഞാൻ വേഗം എണീച്ച് എൻ്റെ മുഖം കഴിയിട്ട് ഇതെന്തോ പന്തികേടാണല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ രക്ഷപ്പെടാനുള്ള പോക്കില്ല. കാരണം ഞാൻ അവിടെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ അവര് വെച്ചേക്കില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ അതിനുശേഷമാണ് ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നതും ഈ പറയുന്ന ബാലഭാസ്കർ മരണപ്പെടുന്നതും. സോ ബാലഭാസ്കറിനെ കൊന്നതാണെന്ന് സോബി ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാര്യം അത്തരത്തിലുള്ള ഒരു സീനാണ് പുള്ളി അവിടെ കൺമുമ്പിൽ കണ്ടത്. നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന പോലുള്ള ഒരു സീൻ പോലാണ് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എത്തിയത് ഒരു KSRTC ഡ്രൈവറാണ്, അജി എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒന്ന് കേട്ട് നോക്ക്, ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ, ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരാൾ തലയിട്ട് വെട്ടുന്നു. എന്നോട് ആവശ്യപ്പെടുകയാണ്, ഇടത് സൈഡ് ഡോറ് തുറക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുക. ഞാൻ ഡോറിൻ്റെ ലോക്കിൽ പിടിച്ചപ്പോൾ ഡോറ് എല്ലാം ലോക്കാണ്. ഞാൻ വീണ്ടും അകത്തോട്ട് ശ്രദ്ധിച്ച് നോക്കിയ സമയത്ത് ഗിയർ ലിവറിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ചു കുട്ടി കിടപ്പുണ്ട്, ചരിഞ്ഞ് കിടപ്പുണ്ട്. ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടത് സൈഡ് സീറ്റിൽ നോക്കിയപ്പോൾ ഒരു സ്ത്രീ കിടപ്പുണ്ട്. ആ സ്ത്രീ ബെൽറ്റിൽ കുരുങ്ങി ഇങ്ങനെ സീറ്റിലുമല്ല തറയിലും ഇല്ലാത്ത ഒരു മട്ടിലാണ് കിടപ്പുള്ളത്. ഇടസീറ്റിൽ നോക്കിയപ്പോഴാണ് ഇടസീറ്റിൽ ഒരു വ്യക്തി അവിടെയും കിടപ്പുണ്ട്. ബാക്കിൽ നോക്കിയപ്പോഴാണ് കുറച്ച് ആംപ്ലിഫയറും കുറേ ഫുഡ് ഐറ്റംസും കൊണ്ട് ഇങ്ങനെ ചെതറി അത് കിടപ്പുണ്ട്. ബാക്ക് ഡോറിൻ്റെ ഗ്ലാസ് നോക്കിയപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അല്ലാതെ ഒരു ഡോറോ ഒരു ഗ്ലാസ്സോ ഒന്നും ഓപ്പൺ അല്ല, എല്ലാം ലോക്കാണ്. എനിക്കറിയാം ഇവർ ഓക്സിജൻ ഇല്ലാതെ കിടപ്പുണ്ടിനകത്ത്. എത്രയും പെട്ടെന്ന് ഇവരെ പുറത്തെടുക്കണം. ഞാൻ വീണ്ടും നോക്കിയപ്പോഴാണ് ഒരു മാരുതി 800 അവിടെ കടന്നു വന്നു. ഈ മാരുതി 800 വാഹനത്തിനെ ഞാൻ കൈ കാണിച്ച് നിർത്തിയാണ്. അതിൽ നിന്ന് വീൽ സ്പെൻഡർ വാങ്ങിയാണ് ഞാൻ ആ ഇനോവ കാറിൻ്റെ ഇടത് സൈഡിലുള്ള ഗ്ലാസ്സിന് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അജി പറയുന്ന കാര്യം, ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഒരു മാരുതി 800 പോയി അതിനകത്ത് എന്തോ ഒരു സാധനം എടുത്തിട്ടാണ് ഇടത് സൈഡിലുള്ള ഗ്ലാസ് പുള്ളിക്കാരനെ അടിച്ച് പൊട്ടിക്കുന്നത് എന്നാണ്. സോബി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടായിരുന്നോ? എൻ്റെ ഫ്രണ്ടിൽ വന്നത് ബാലഭാസ്കറിന്റെ വണ്ടിയുടെ ഗ്ലാസ് ഇവർ അടിച്ചു പൊട്ടിച്ച് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാ. 2 സൈഡിൽ ആള് നിന്ന് ലിവറും കൊണ്ട് 2 സൈഡിൽ നിന്ന് അടിച്ചാണ് അവന്റെ ഗ്ലാസ് പൊട്ടിച്ചത്. അപ്പൊ ഡ്രൈവർ പറയുന്നത് പുള്ളിയാണ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചതെന്ന്. സോബി പറയുന്ന കാര്യം ഏതോ കൊട്ടേഷൻ ടീം ഒന്ന് അടിച്ചു പൊട്ടിച്ചതാണെന്ന്. ഇവിടെ ഈ KSRTC ഡ്രൈവർ അജി പറയുന്ന വേറൊരു കാര്യമുണ്ട്. പുള്ളി നോക്കിയ സമയത്ത് ഓക്സിജൻ ഇല്ലാതെ കിടക്കുകയാണെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത്രയും വലിയൊരു ആക്സിഡന്റ്, 2 പേരും മരിക്കുന്നതിനിടയായ ഒരു ആക്സിഡന്റ്, അത് ഇത്രയും വലിയൊരു ആക്സിഡന്റ് നടന്ന എന്താണെങ്കിലും ഫ്രണ്ട് ഗ്ലാസ് പൊട്ടുവേ. അപ്പം ഇവൻ എന്തിന്റെ ബേസിലാണ് ഇവർ ഓക്സിജൻ ഇല്ലാതെ അകത്ത് ശ്വാസം മുട്ടി കിടക്കുകയാണ് എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഈ പറയുന്ന അജി പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കാം. പുള്ളിക്കാരൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവോ? ഇങ്ങനെ ഇപ്പോഴും KSRTC ഡ്രൈവർ ആണോ അല്ലയോ? എന്തെങ്കിലും അറിയാവോ? അന്ന് വന്ന വേറൊരു ന്യൂസ് ഞാൻ കേൾപ്പിക്കാം. അന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ഡ്രൈവർ എവിടെ? ഞങ്ങളത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് UAE സർക്കാരിന് കീഴിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അതായത് അവിടെ ഒരു ഡ്രൈവറായിട്ടാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടിയത്? ഈ സ്വർണ്ണക്കടത്തിൽ അല്ലെങ്കിൽ ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ അതിന് എന്തെങ്കിലും ഒരു പ്രത്യുപകാരമാണോ? അതൊരു വലിയൊരു ചോദ്യമായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് പ്രധാന സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആളായിരുന്നു ഇദ്ദേഹം. ഈ സരിത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറയപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ പറയുന്ന അജി KSRTC ഡ്രൈവറാണ്. ഇപ്പൊ ഇവരുമായി ബന്ധമുണ്ട് എങ്കിൽ മലപ്പുറം ടു തിരുവനന്തപുരം ഈ സ്വർണ്ണക്കടത്തിൽ പ്രധാന കേന്ദ്രം എന്നെപ്പോഴും പറഞ്ഞ് സംശയിക്കുന്ന ജനങ്ങളുടെയുള്ള സംസാരമുള്ളത് മലപ്പുറം കേന്ദ്രീകരിച്ചാണ്.
ഇദ്ദേഹത്തിന്റെ അന്നത്തെ താൽക്കാലിക ജോലി ഒരു പക്ഷേ സ്വർണ്ണക്കടത്തിനും മറയായിരുന്നോ എന്നുള്ളതും ബാലഭാസ്കറിന്റെ വീട്ടുകാർക്ക് സംശയമുണ്ട്. സോ അന്നത്തെ ഡ്രൈവർ ഇപ്പോൾ UAE ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഡ്രൈവറാണ്. അവൻ എങ്ങനെ അവിടെ എത്തിയെന്നൊന്നും ആർക്കും അറിയത്തില്ല. മാത്രമല്ല അന്ന് സരിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആ ഒരു ആക്സിഡന്റ് സീനിൽ കണ്ടവരുണ്ട്. ഈ സരിത്ത് എന്ന് പറയുന്നവൻ സ്വർണ്ണക്കിടത്തിൽ ഇവനെ പിടിച്ചതാണ്, ഇവന്റെ പേര് കേസുള്ളതാണ്. അതിനെ മൊത്തത്തിൽ ഇതൊരു ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കുകയാണ്. ഇത്രയും ദുരൂഹതകളൊക്കെ ഉണ്ടായിട്ടും CBIയും പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചിട്ടും ഇവർക്കൊരു ചുക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഈ സോബി പറഞ്ഞ കാര്യം നമുക്ക് കണ്ണടഞ്ഞോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പുള്ളി എല്ലാം ഒരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ അന്ന് കണ്ട കാര്യം പുള്ളി വന്ന് പറയുന്നു, നമ്മളതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ, തനിക്ക് നേരെ വെടിവെപ്പൊക്കെ ഉണ്ടായി എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. നിങ്ങൾ അതോടെ ഒന്ന് കേട്ടു നോക്ക്. പുള്ളി റീസെന്റ് ആയിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഈ സോബി പറയുന്ന ഒരു കാര്യമാണ്. എന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നു നിന്നു, ഒരു ഫോർച്യൂണർ കാർ ഇങ്ങനെ വട്ടം ഇങ്ങനെ കയറി വന്നു ഇച്ചിരി ഗ്യാപ്പിൽ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ വൈകുന്നേരം. പെട്ടുമുണ്ട്. അപ്പോൾ ടോളിൽ നിന്ന് ഒരു 20-30 മീറ്റർ ഗ്യാപ്പുള്ളൂ ഈ നിൽക്കണേ. അപ്പോൾ അതിന്റെ ബാക്കിലെ ഗ്ലാസ് താഴ്ന്നു, ഒരു മുഖം മറിച്ച ഒരാൾ തല ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നു, തോക്കെടുക്കണം, ഒറ്റ ഷൂട്ട് അതിന്റെ കാറിന്റെ. അപ്പൊ നമ്മുടെ ജഗതി ചേട്ടൻ ഏതോ ഒരു സിനിമ പറഞ്ഞ കേട്ടു, പുകയും കേട്ടു, വെടിയും കേട്ടു, എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല, സത്യത്തിൽ മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ വണ്ടി എടുത്തിട്ട് മുന്നോട്ടേക്ക് പോയി. ആ ഇറങ്ങി ഞാൻ നോക്കണ സമയത്ത് പുറകെ വന്ന ഒരു വണ്ടിക്കാരനെ ഡോറ് തുറന്നിട്ട് ബാക്കി ചവിട്ടി. ഞാൻ ശരിക്കും വീണു. എനിക്കിപ്പോൾ ഈ ബ്ലഡ് വൊമിറ്റിയും ഒക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ കാറ് BMW ആയിരുന്നു, അതിന്റെ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് ഇവിടെ കൊള്ളും. അത്രയും ഷാർപ്പായിട്ട് അതിന് കേസ് നടക്കണ്ട. അത് എന്നെ അതുകൊണ്ട് അന്വേഷിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ അന്ന് തന്നെ കംപ്ലൈന്റ് ഇമെയിൽ വഴി ചെയ്ത് പിന്നെ നാട്ടിൽ പല പ്രാവശ്യങ്ങളും. സോ എന്നെ അത് അന്വേഷിക്കുന്നുണ്ട് തോന്നുന്നു എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വണ്ടി ബുള്ളറ്റ് പ്രൂഫ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് പുള്ളി പറയുന്നത്. ഈ വണ്ടിയുടെ ഒരു സാധാരണക്കാരനൊക്കെ ബുള്ളറ്റ് പ്രൂഫ് വണ്ടി കിട്ടും എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുക. ഒരു സാധാരണക്കാരന് ഒരു വ്യക്തിക്ക് ഈസിലി ഒരു ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ? എനിക്കറിയില്ല. ആരെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും, എൻ്റെ സംശയമാണ്. അന്നേരം പുള്ളി പറയുന്ന കാര്യങ്ങൾ മൊത്തത്തില്ല നമ്മൾ സിനിമയിൽ കണ്ട കാര്യങ്ങൾ പോലെ ഇങ്ങനെ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അന്നത്തെ കാര്യം ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പുള്ളി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊക്കെ എത്രമാത്രം സത്യം ഉണ്ടെന്ന് ഒരു പിടുത്തവും ഉള്ള കാര്യം പറയും. ഇനി ഇങ്ങനെ കള്ളം പറയുകയാണോ അതോ ഇനി മൊത്തം കള്ളന്മാരാണോ എന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. നോ ഐഡിയ ഗൈസ്. എന്തായാലും ലക്ഷ്മിയുടെ ബാക്കി ഇന്റർവ്യൂ നമുക്കൊന്ന് കണ്ടുപോകാം. ആരെങ്കിലും പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ചെയ്തതാണെന്ന് എനിക്ക് 1% തോന്നിയാൽ, ആരെങ്കിലും എക്സ്പ്രസ് ചെയ്താൽ, ഒരു സാധാരണ കാര്യമൊന്നുമില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യം ഞങ്ങളുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പോയി ഒരു പരാതി കൊടുക്കും. പിന്നെ എനിക്ക് ചാനലുകളിലെ നമ്പറുകൾ എടുത്ത് ഞാൻ അവരെയൊക്കെ വിളിച്ചറിയിക്കും. ഒരാൾക്കും എന്നെ ഭീഷണിപ്പെടുത്തി ഈ ഒരു കാര്യം പറയിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ മിണ്ടാതിരുത്താനോ ഒന്നും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ മണ്ടന്മാരായി പിരിക്കണം. അത്രയ്ക്കും അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് വേറൊന്നും നോക്കാനില്ലല്ലോ. എനിക്ക് എന്താണ് നോക്കാനുള്ളത്? എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോളുടെയും മുഖം മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ ഏറ്റവും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്. സോ ഇവർക്ക് ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന പോലെയൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കാര്യങ്ങൾ നടന്നിട്ട് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു ഇവർ പേടിച്ചിട്ടുണ്ടെന്ന്, നല്ല രീതിയിൽ ആരോ പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നഷ്ടപ്പെട്ടു. ഇനി ഇവർക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്ന് തോന്നിയോണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ വൈഫ് എന്ന രീതിയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെയും ലക്ഷ്മിക്ക് അറിയാവുന്നതായിരിക്കാം. ഈ പുറകിൽ ഒരു വലിയൊരു മാഫിയ ഉണ്ടെങ്കിൽ അവരുടെ കാലിബർ എന്താണ് എന്ന് നല്ല രീതിയിൽ അറിയാവുന്നതായിരിക്കാം. അതുകൊണ്ട് ഇതൊക്കെ അറിയാവുന്നതിന്റെ പേരിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ ഇനിയെങ്കിലും എനിക്കൊരു സമാധാനം ഉള്ളൊരു ജീവിതം വേണം എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നതും ആവാം. പക്ഷെ ബാലഭാസ്കറിന്റെ അച്ഛന് ഇതൊന്നും അറിയാൻ വഴിയില്ല. കാര്യം ഈ ബാലഭാസ്കറിന്റെ ഫാമിലിയും ഈ ലക്ഷ്മിയും തമ്മിൽ വലിയ അടുപ്പത്തിലൊന്നും അല്ല ഇവര്. ബാലഭാസ്കറിന്റെ അച്ഛന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ലക്ഷ്മിയും കുറ്റക്കാരിയായിട്ടാണ് പുള്ളി പലപ്പോഴും പറയുന്നത്. ഒരു കോമൺ മാൻ ഇത് ചിന്തിക്കുമ്പോഴും ലക്ഷ്മി എന്തുകൊണ്ട് മിണ്ടുന്നില്ല, അവർക്ക് എന്തൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് ആൾക്കാരും ചിന്തിച്ചു വെക്കുന്നത്. ആരെയും കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ അവരുടെ ഭാഗത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പുള്ളിക്കാരത്തി ഫിസിക്കലി മൊത്തം പൊടിഞ്ഞു മാറി, മെന്റലി മൊത്തത്തിൽ അവര് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. അന്നേരം മേ ബി അവർക്ക് ഇതിന്റെ പുറകിൽ ഞാലാൻ ഒരു കരുത്തുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവർ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. പിന്നെ സൈബർ ബുള്ളിങ് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ തോന്നിയത്. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത് മൊത്തം ഞാൻ പേറി നടക്കേണ്ടി വരും ജീവിതകാലം
ജീവിതകാലം മൊത്തം പേര് നടക്കേണ്ടി വരുമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിപ്പോൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ പറയുന്നത്. ഈ ഒരു ഇന്റർവ്യൂ നടന്ന സമയത്ത് ആ ഒരു സ്റ്റുഡിയോയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ മനോരമയുടെ ഒരു പത്രപ്രവർത്തകൻ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. അന്നേരം എന്താണ് ലക്ഷ്മിയുടെ കറക്റ്റ് ഇമോഷൻ എന്ന് പുള്ളി പറഞ്ഞു തരുന്നുണ്ട്. ലക്ഷ്മി കരയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് ജയമോഹൻ ലക്ഷ്മിയുമായിട്ട് സംസാരിക്കുന്നത് 1-2 ദിവസങ്ങൾക്ക് മുമ്പ്. അത് നമ്മൾ കാണുന്ന പോലെ മാത്രമായിരുന്നില്ല. ആ സംസാരത്തിനിടയിൽ പലതവണ ലക്ഷ്മി കരയുന്നുണ്ട്. ഞാനാണ് വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നത്, അത് കുടിച്ചിട്ടാണ് അടുത്ത വാക്കിലേക്ക് ലക്ഷ്മി സംസാരിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ പ്രേക്ഷകർ നമ്മൾ ഇത് കിട്ടിയ ഭാഗം 1 മണിക്കൂറായിട്ട് കാണിക്കുമ്പോൾ ലക്ഷ്മി വളരെ കൂളായി വന്നിരുന്നു നമ്മുടെ മുന്നിൽ മാത്രം ഇരുന്ന് സംസാരിച്ചു എന്ന് കരുതരുത്. അതിനിടയിൽ അവർ വിങ്ങിപ്പൊട്ടുന്നുണ്ട്, അവർക്ക് ആ സംസാരം മുഴുമിപ്പിക്കാനാകാതെ നിന്നു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ വേദനയോടെയും അവർ ഈ കുറ്റപ്പെടുത്തുന്നവരോട് ചിന്തിക്കാനുള്ളത് അവരുടെ വീട്ടിൽ ഒരാൾക്കാണ് ഇങ്ങനെ ഭർത്താവും കൊച്ചും മരിച്ചു പോയിട്ട് അവരിങ്ങനെ വലിയ അപകടത്തോടുകൂടി ജീവിക്കുന്നതെങ്കിൽ അവരെങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യത്തിനും കൂടി ഉത്തരമാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്. ലക്ഷ്മി ധൈര്യസമേതം തന്നെ പറയുന്നുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞും എനിക്കെതിരെ പറയുന്നവർ ഒട്ടേറെ വാക്കുകളുമായിട്ട് തുടങ്ങുമെന്ന്. അതിനൊരു സംശയമില്ല. കാരണം ഞാനിപ്പോൾ ഈ മൊബൈലുമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ വാർത്ത ഫോളോ ചെയ്യുന്ന ഒരു റിപ്പോർട്ടർ എന്ന രീതിയിലായിരിക്കണം. എനിക്ക് 2-3 പേര് ഇത് ബാലഭാസ്കറിനെ കൊന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും കൊന്നതാകണം എന്ന് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ പേർ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷ്മി പറഞ്ഞ നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ മെസ്സേജ് അയക്കുന്നവർക്കൊന്നും നഷ്ടമായിട്ടില്ല. അവർ വളരെ സന്തോഷമായിട്ട് അവരുടെ വീട്ടിലിരുന്ന് അവരുടെ കൊച്ചിനൊപ്പം ഇരുന്ന് അവരുടെ ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് അച്ഛനൊപ്പം ഇരുന്ന് അമ്മയ്ക്കൊപ്പം ഇരുന്നാണ് പറയുന്നത് ബാലഭാസ്കറിനെ കൊന്നതാണ് എന്നുള്ളത്. എന്ത് തെളിവാണ് അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചാൽ ശങ്കരാടി കാണിച്ച പോലെ കൈരേഖ മാത്രം എടുത്ത് കാണിക്കുന്നവരാണ് ഇപ്പോഴും ആധികാരികമായി പറയുന്നത്. പക്ഷേ അപ്പൊ അതാണ് ആ ഒരു ഇന്റർവ്യൂവിൽ അവർ കരയുന്നത് ഒരു സ്ഥലത്തെങ്ങാണ്ട് മാത്രമാണ് അവരുടെ കണ്ണ് നിറയുന്നത് കാണിക്കുന്നത്. അവരെത്രമാത്രം ഇമോഷണലി ആണ് ആ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതെന്ന് അവിടെ ഉള്ളവർക്കും ലക്ഷ്മിക്കും മാത്രമേ അറിയത്തുള്ളൂ. സോ ഇനിയെങ്കിലും ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്കോ എനിക്കോ അല്ല നഷ്ടപ്പെട്ടത്, ആ സ്ത്രീക്കാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടത്. അവരുടെ ഇമോഷൻസിന് അവരുടെ പെയിനിന് മാനിക്കുക. നമുക്ക് മാന്യമായിട്ട് കാര്യങ്ങൾ പറയാം, അല്ലാതെ പോയി അവരെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ സൈബർ ബുള്ളി ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ മാന്യമായിട്ട് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാം. അതൊക്കെ ഒരു ഹെൽത്തി ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് വേണം കണക്കാക്കാം. കൂടുതലൊന്നും പറയില്ല. നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെന്തി വീഡിയോ ആണ്. 6 കൊല്ലത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അന്നേരം ഇതിനേക്കാൾ ഷോർട്ടായിട്ട് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ്. സോ ബോറടിച്ചെങ്കിൽ ഐ എം റിയലി സോറി. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പം ശരിയെങ്കിൽ ഞാൻ പോയി കിടന്നൊന്ന് ഉറങ്ങട്ടെ. ബൈ.